ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾക്ക് ഡ്രൈവ് ചെയ്യാറുള്ളവരാണ് അല്ലേ. ഡ്രൈവ് ചെയ്യാറുള്ളവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. അപ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെന്റൻസുകൾ പഠിക്കാനായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ബൈക്ക് ഓടിച്ചു എന്ന് പറയുകയാണെങ്കിൽ എന്താണ് പറയുക? എന്നാൽ വലിയ വാഹനങ്ങൾ, ഇപ്പോൾ കാർ ഓടിച്ചു, ബസ് ഓടിച്ചു, വലിയ ലോറി ഓടിച്ചു, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് പറയുക? ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ ആക്കുന്ന കുറച്ച് വാക്കുകളും സെന്റൻസുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് സെന്റൻസുകൾ പഠിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നമുക്ക് ഇതിൻ്റെയൊക്കെ ക്ലാരിഫിക്കേഷന് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാതും നല്ല വൃത്തിക്ക് പഠിക്കണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല. ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് അവൻ ഡ്രൈവ് ചെയ്യാറുണ്ട്. അതായത് ഇവിടെ വെർബ് ഏതാണെന്ന് മനസ്സിലാക്കുക. ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വരിക എന്നുള്ള വെർബ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുക എന്നുള്ള വെർബാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല, അത് ചില വാഹനങ്ങൾക്ക് ചില രീതിയിലാണ് പറയാറ്, ചില വാഹനങ്ങൾക്ക് ചില രീതിയിലാണ് പറയാറ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം ഇതിന്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി കിട്ടും. അതുകൊണ്ട് അവസാനം വരെ കാണുക. ഓക്കെ. അപ്പോൾ അവൻ ഡ്രൈവ് ചെയ്യാറുണ്ട്. ഐ ഡ്രൈവ് എന്ന് പറയാം. അത് സാധാരണ രീതിയിൽ അല്ലെങ്കിൽ പതിവായ ഒരു കാര്യം ആയതുകൊണ്ട് നമുക്ക് ഐ യൂഷ്വലി ഡ്രൈവ് എന്ന് വേണമെങ്കിലും പറയാം. അവൻ ഡ്രൈവ് ചെയ്യാറുണ്ട്. ഇനി അത് അവൾ ഡ്രൈവ് ചെയ്യാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഷീ ഡ്രൈവ്സ്, അല്ലെങ്കിൽ അവനാണെങ്കിൽ ഹേ ഡ്രൈവ്സ് അല്ലേ. അവൾ ഓട്ടോ ഓടിക്കാറില്ല. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇതോടൊപ്പം പറയേണ്ടതാണ്. അവൾ ഓട്ടോ ഓടിക്കാറില്ല, അല്ലെങ്കിൽ അവൻ ഓട്ടോ ഓടിക്കാറില്ല, അല്ലെങ്കിൽ ഒരു സിംഗിൾ സബ്ജക്റ്റ് എടുത്തിട്ട് ഓട്ടോ ഓടിക്കാറില്ല, കാർ ഓടിക്കാറില്ല, ബൈക്ക് ഓടിക്കാറില്ല, എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോ ഇവിടെ അവൾ ഓട്ടോ ഓടിക്കാറില്ല എന്ന് പറയുമ്പോൾ ഷീ എന്ത് വേണം നമുക്ക് നെഗറ്റീവ് ആക്കാന്? ഡസ് നോട്ട് വേണം അല്ലെ. അപ്പൊ അതിന് ഷോർട്ട് ആക്കുമ്പോൾ ഷീ ഡസിന്റ് ഡ്രൈവ്, പിന്നെ ഡ്രൈവ്സ് വേണ്ട കേട്ടോ. ഷീ ഡസിന്റ് ഡ്രൈവ് ആൻ ഓട്ടോ. ഷീ ഡസിന്റ് ഡ്രൈവ് ആൻ ഓട്ടോ. അവൾ ഓട്ടോ ഓടിക്കാറില്ല. അവനാണെങ്കിലും സെയിം തന്നെയാണ്. ഷീക്ക് പകരം ഹേ ആഡ് ചെയ്യുക എന്ന് മാത്രം. ഇനി അവൾ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ സിംഗുലർ സബ്ജക്റ്റിലെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഡ്രൈവ് ചെയ്യുകയാണ് എന്ന് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, അവൾ ഡ്രൈവ് ചെയ്യുകയാണ്. ഷീ ഈസ് ഡ്രൈവിംഗ് അല്ലേ. ഷീ ഈസ് ഡ്രൈവിംഗ്, അവൾ ഡ്രൈവ് ചെയ്യുകയാണ്. നെക്സ്റ്റ് പറയാണ്, ഞാൻ വിളിച്ചപ്പോൾ അവൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. നമ്മൾ ഡെയിലി പറയാറുള്ളതാണ് അല്ലെ. ഞാൻ വിളിച്ചപ്പോൾ അവൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. ഇങ്ങനെ പറയാ, കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഹി വാസ് ഡ്രൈവിംഗ് വെൻ ഐ കോൾഡ് ഹിം അല്ലേ. ഹി വാസ് ഡ്രൈവിംഗ് വെൻ ഐ കോൾഡ് ഹിം. ഞാൻ വിളിച്ചപ്പോൾ അവൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. അതാണ് ഒരു വെർബ് എടുത്തിട്ട് പല രീതിയിൽ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം എന്ന് പറയുന്നത്. ഓക്കെ. ഞങ്ങൾ ഓരോരുത്തരായി ഡ്രൈവ് ചെയ്തു. ഇപ്പൊ പുറത്ത് പോവാണ്. അപ്പൊ ഒരാൾ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത് ക്ഷീണം പിടിക്കല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരായി ഡ്രൈവ് ചെയ്തു എന്നാണ്. അപ്പൊ ഇവിടുത്തെ വെർബ് ഏതായിരിക്കും? ഡ്രൈവിന്റെ രണ്ടാമത്തെ ഫോമായ ഡ്രോവ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വി ഡ്രോവ് വൺ ബൈ വൺ. ഞങ്ങൾ ഓരോരുത്തർ വി ഡ്രോവ് വൺ. ഞങ്ങൾ ഓരോരുത്തരായി ഡ്രൈവ് ചെയ്തു. ഓക്കെ. ഇനി പലപ്പോഴും ഇവനാണ് ഡ്രൈവ് ചെയ്യാറ്, അല്ലെങ്കിൽ പലപ്പോഴും അൻവറാണ് ഡ്രൈവ് ചെയ്യാറ്, അല്ലെങ്കിൽ പലപ്പോഴും മുഹമ്മദാണ് ഡ്രൈവ് ചെയ്യാറ്. ഇങ്ങനെ പറയാറുണ്ടല്ലോ. അതായത് ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഹേ യൂഷ്വലി ഡ്രൈവ്സ് എന്ന് പറയണ്ട. പലപ്പോഴും അല്ലെങ്കിൽ സാധാരണയായിട്ട്, അതായത് പലപ്പോഴും എന്ന് പറയുമ്പോൾ എല്ലാ സമയത്തും എന്നുള്ളതാണല്ലോ. അപ്പൊ നമുക്കവിടെ യൂഷ്വലി യൂസ് ചെയ്ത് സിമ്പിളായി ഹി യൂഷ്വലി ഡ്രൈവ്സ് എന്ന് പറയാം. പലപ്പോഴും ഇവനാണ് ഡ്രൈവ് ചെയ്യാറ്. ഓക്കെ. ഇന്നലെ ഊട്ടിയിൽ പോകുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തില്ല, ഇവൻ ഡ്രൈവ് ചെയ്തു. കുറച്ച് വലിയ സെന്റൻസ് ആണ്. എങ്ങനെ പറയാ? ഇന്നലെ ഊട്ടിയിൽ പോകുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തില്ല, അവിടെ നെഗറ്റീവ് ആണ്. ഇവൻ ഡ്രൈവ് ചെയ്തു, അത് പോസിറ്റീവ് ആണ്. ഇന്നലത്തെ കാര്യമാണ്. സിമ്പിൾ ആണ്. എങ്ങനെ പറയൂ? യെസ്റ്റർഡേ വൈൽ ഗോയിങ് ടു ഊട്ടി. ഇന്നലെ ഊട്ടിയിൽ പോകുന്ന സമയത്ത്, അവിടെ നമുക്ക് വൈലാണ് ഏറ്റവും ബെസ്റ്റ്. യെസ്റ്റർഡേ വൈൽ ഗോയിങ് ടു ഊട്ടി ഐ ഡിഡ്ന്റ് ഡ്രൈവ് അല്ലെ. ഞാൻ ഡ്രൈവ് ചെയ്തില്ല. ഹി ഡ്രോവ്, ഇവൻ ഡ്രൈവ് ചെയ്തു. സിമ്പിൾ ആണല്ലോ. യെസ്റ്റർഡേ വൈൽ ഗോയിങ് ടു ഊട്ടി ഐ ഡിഡ്ന്റ് ഡ്രൈവ്, ഹി ഡ്രോവ്.
സിമ്പിളായി പറയാല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദ അതർ ഡേ ഐ ഹാഡ് ഡ്രിവൺ എ ലിറ്റിൽ. ദ അതർ ഡേ കഴിഞ്ഞ ദിവസം അല്ലേ. ദ അതർ ഡേ ഐ ഹാഡ് ഡ്രിവൺ അല്ലേ. ഹാസ് ഒക്കെ വരുന്ന സമയത്ത് ഡ്രൈവിന്റെ V3 ആണ്. അതേതാണ്? ഡ്രിവൺ എന്നാണ്. ദ അതർ ഡേ ഐ ഹാഡ് ഡ്രിവൺ എ ലിറ്റിൽ. കഴിഞ്ഞ ദിവസം ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അവർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായി പറയാം ഐ ഹാവ് ഡ്രിവൺ അല്ലേ. അവർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഇനി അവൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഷീ ഹാസ് ഡ്രിവൺ. ഓക്കെ, ഹാസാവിന്റെ ഒപ്പം ഡ്രിവൺ എന്നാണ് വേണ്ടത്. ഓക്കെ, ഞങ്ങൾ വലിയ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വലിയ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളാണ് വി ഹാവ് ഡ്രിവൺ ഹെവി വെഹിക്കിൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ ബിഗ് വെഹിക്കിൾസ് എന്ന് പറയാം. വി ഹാവ് ഡ്രിവൺ ഹെവി വെഹിക്കിൾസ് ഓർ ബിഗ് വെഹിക്കിൾസ്. ഓക്കെ, അവൻ കാർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അവൻ കാറ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ പറയാ? ഹി ഹാസ് ഡ്രിവൺ എ കാർ. ഹി ഹാസ് ഡ്രിവൺ എ കാർ. അവൻ കാർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ 3 മണിക്കൂറായിട്ട് ഡ്രൈവ് ചെയ്യുകയാണ്. ഇതൊക്കെ ഈ സെന്റൻസ് ഒക്കെ നമുക്ക് ഈ ഡ്രൈവിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസുകളാണ് അല്ലേ. ഞാൻ ഇന്നലെ മുതൽ ഡ്രൈവ് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ മുതൽ ഡ്രൈവ് ചെയ്യുകയാണ്. ഞാൻ 3 മണിക്കൂറായിട്ട് ഡ്രൈവ് ചെയ്യുകയാണ്. എപ്പോഴും ആ പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സിറ്റുവേഷനിൽ നമ്മൾ ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ ഒക്കെയാണ് യൂസ് ചെയ്യാറ്. അപ്പം ഐ ഹാവ് ബീൻ ഡ്രൈവിംഗ് ഫോർ 3 hours. ഐ ഹാവ് ബീൻ ഡ്രൈവിംഗ് ഫോർ 3 hours. ഞാൻ 3 മണിക്കൂറായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി അവൻ ഇന്നലെ മുതൽ ഡ്രൈവ് ചെയ്യുകയായിരുന്നു അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ അവൻ ഇന്നലെ മുതൽ ഡ്രൈവ് ചെയ്യുകയായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് അല്ലേ, പാസ്റ്റ് ആണല്ലോ. ഹി ഹാഡ് ബീൻ, ഇവിടെ വേണ്ടത് ഹാസ് അല്ല ഹാഡ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. ഹി ഹാഡ് ബീൻ ഡ്രൈവിംഗ് സിൻസ്, മുതൽ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ സിൻസ് യെസ്റ്റർഡേ. ഹി ഹാഡ് ബീൻ ഡ്രൈവിംഗ് സിൻസ് യെസ്റ്റർഡേ. അവൻ ഇന്നലെ മുതൽ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞൊരു കാര്യമാണ്, അതുകൊണ്ട് നമ്മൾ ഹാഡ് യൂസ് ചെയ്തു. അതുപോലെ ഇന്നലെ മുതൽ എന്ന് പറഞ്ഞത് കൊണ്ട് സിൻസ് യൂസ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇതൊന്നും അറിയില്ലെങ്കിൽ നമ്മളെ ടെൻസസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ ഹാഡ് ബീൻ ഹാസ് ബീൻ ഒക്കെ യൂസ് ചെയ്യുന്നേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വേണമെങ്കിലും പറയാം. ഹി വാസ് ഡ്രൈവിംഗ് ഫ്രം യെസ്റ്റർഡേ. ഇന്നലെ മുതൽ എന്ന മീനിങ് ഫ്രമിനും ഉണ്ട് കേട്ടോ. ഇന്നലെ മുതൽ അവൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. അവിടെ വേണമെങ്കിൽ തെറ്റല്ല. ചിലർ വിചാരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഹാഡ് ബീൻ ഹാസ് ബീൻ മാത്രം യൂസ് ചെയ്യല്ല. നമ്മുടെ സംസാരത്തിൽ നമുക്ക് വേണമെങ്കിൽ ആ കഴിഞ്ഞ കാര്യം ആയത് കൊണ്ട് ഹി വാസ് ഡ്രൈവിംഗ് ഫ്രം യെസ്റ്റർഡേ എന്ന് പറഞ്ഞാലും തെറ്റില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചോദിക്കുകയാണ് ഒരാളോട്, ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ട്, നീ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോയോ അല്ലെ. ഒരു ക്വസ്റ്റ്യൻ ആണ്, നീ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോയോ. എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ഫോൾ അസ്ലീപ് വൈൽ ഡ്രൈവിംഗ്. ഡിഡ് യു ഫോൾ അസ്ലീപ് വൈൽ ഡ്രൈവിംഗ്. നീ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോയോ, സമയത്ത് ഉറങ്ങിപ്പോയോ എന്നാണ്. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങാറില്ല, ആ ഒരു പതിവൊന്നും ആ ആൾക്കില്ല. അപ്പൊ എങ്ങനെ പറയാം? ഐ ഡോണ്ട് ഫോൾ അസ്ലീപ് വൈൽ ഡ്രൈവിംഗ്. ഐ ഡോണ്ട് ഫോൾ അസ്ലീപ് വൈൽ ഡ്രൈവിംഗ്. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങാറില്ല. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. അവൻ 2 ദിവസം മുമ്പ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ 2 ദിവസം മുമ്പ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എപ്പോഴും നമ്മളെ മൈൻഡിൽ വരും 2 ദിവസം മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ 2 days ago എന്ന് പറയാറുണ്ട്. പക്ഷെ അത് യൂസ് ചെയ്യുന്ന സിറ്റുവേഷനും കൂടി മനസ്സിലാക്കാറുണ്ട്. എല്ലാ സ്ഥലത്തും നമുക്ക് 2 days ago എന്ന് പറയാൻ പറ്റില്ല. സോ നമുക്ക് ഈ ഒരു സെന്റൻസിൽ ഇത് അവൈലബിൾ അല്ല. എങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും നല്ലൊരു സെന്റൻസ് എന്ന് പറയുന്നത് ഹി ഹാഡ് ഡ്രിവൺ ബിഫോർ ദാറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ബൈ ദെൻ എന്ന് പറയാം. ഹി ഹാഡ് ഡ്രിവൺ ബിഫോർ ദാറ്റ് ഓർ ബൈ ദെൻ. അവൻ 2 ദിവസം മുമ്പ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇവിടെ 2 days ago എന്ന് പറയുന്നില്ല? ഹി ഡ്രോവ് 2 days ago എന്ന് പറയാം. തെറ്റില്ല കേട്ടോ. ഹി ഡ്രോവ് 2 days ago. ഇത് ഏറ്റവും കറക്റ്റ് ആണ്. പക്ഷെ ഹി ഹാഡ് യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഹി ഹാഡ് ഡ്രിവൺ 2 days ago എന്ന് പറയരുത്. ഹി ഹാഡ് ഡ്രിവൺ ബിഫോർ ദാറ്റ് ഓർ ബൈ ദെൻ എന്ന് പറയാം. ഇനി ഹി വാസ് പറയുകയാണെങ്കിൽ ഹി ഡ്രോവ്. അവിടെ നമ്മുടെ വെർബിന്റെ ഫോം മാറി ഹി ഡ്രോവ് 2 days ago എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ്
ഞാൻ ഡ്രൈവ് ചെയ്തു എന്ന് പറയുമ്പോൾ ഐ ഡ്രോവ് ആണ് അല്ലെ. അതായത് ഡ്രൈവിന്റെ V2 ആണ് ഐ ഡ്രോവ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ന് രാവിലെ ബൈക്ക് ഓടിച്ചു. ഇവിടെയാണ് നമ്മുടെ ഏതൊക്കെ വാഹനങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യും എന്നുള്ളത്. എല്ലാ സ്ഥലത്തും നമ്മൾ ഡ്രൈവ് എന്ന് പറയാറില്ല. അപ്പോ അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഞാൻ ഇന്ന് രാവിലെ ബൈക്ക് ഓടിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം ഇന്ന് രാവിലത്തെ കാര്യമാണ്, പാസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം ഐ ഡ്രോവ് എ ബൈക്ക് ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അവിടെ ബൈക്ക് ആയത് കൊണ്ട് തന്നെ ബൈക്ക്, സൈക്കിള് ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ വാഹനമാണ്, 2 വീൽസ് ആണ്. ആ സംഭവം ആണെങ്കിൽ നമ്മൾ എന്ത് പറയണം എന്നറിയാം? റോഡ് എന്ന് പറയണം. RODE എന്നുള്ള റോഡ്. അപ്പം ഐ റോഡ്, അതായത് റൈഡിന്റെ പാസ്റ്റ്. റോഡ് എ ബൈക്ക് ദിസ് മോർണിംഗ്. ഐ റോഡ് എ ബൈക്ക് ദിസ് മോർണിംഗ്. ഐ റോഡ് എ ബൈസൈക്കിൾ ദിസ് മോർണിംഗ്. അങ്ങനെ 2 വീലുള്ള ചെറിയ വാഹനങ്ങൾ പറയുമ്പം നമ്മളിവിടെ ഡ്രൈവ് എന്ന് പറയരുത് കേട്ടോ. അത് വളരെ കൺഫ്യൂഷൻ വരുന്നൊരു ടോപ്പിക്കാണ്. ഇന്ന് രാവിലെ ഞാൻ കാർ ഓടിച്ചു എന്ന് പറയുകയാണെങ്കിലോ, ഇന്ന് രാവിലെ ഞാൻ കാറ് ഓടിച്ചു. അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അവിടെ നമുക്ക് ഇപ്പം അത് ഡ്രൈവ് ചെയ്തപ്പോൾ കാറ്, ബസ്, ലോറി അങ്ങനെയുള്ള വലിയ ഏത് വാഹനങ്ങളാണെങ്കിലും നമുക്ക് അവിടെ ഡ്രൈവ് യൂസ് ചെയ്യാം. അപ്പം ഇന്ന് രാവിലെ ഞാൻ കാർ ഓടിച്ചു. അത് നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത് കേട്ടോ. സിമ്പിൾ ആണ്. ഓടിച്ചു എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ്. അപ്പൊ ഡ്രൈവിന്റെ പാസ്റ്റ് ആണ് നമുക്ക് അവിടെ വേണ്ടത്. ബൈക്ക് ആണെങ്കിൽ അവിടെ നമ്മൾ ഒരിക്കലും ഡ്രൈവ് അല്ല യൂസ് ചെയ്യേണ്ടത്, റൈഡ് ആണ്. റൈഡിന്റെ പാസ്റ്റ് ആണ് ഓടിച്ചു എന്ന് പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കാർ ഓടിച്ചു എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ചെറിയ വാഹനങ്ങളും വലിയ വാഹനങ്ങളും ഓടിച്ചു എന്ന് പറയുമ്പോഴുള്ള വ്യത്യാസവും ഇന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഒരുപാട് സെന്റൻസുകൾ പഠിച്ചു. അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഈ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതിന്റെ എല്ലാ ടെൻസസിലും നമ്മൾ സെന്റൻസ് അറിയാതെ പഠിച്ചു അല്ലെ. ടെൻസസും പഠിച്ചു. അതുപോലെ ഡ്രൈവ് എന്ന് പറയുന്നതിന്റെ എല്ലാ ഫോംസും നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വെർബുകളുടെ എല്ലാ ഫോമും പഠിക്കണമെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ പുതിയ ചാനലായ ഈസി ഇംഗ്ലീഷ് ഗ്രാമറിൽ ചെയ്യുന്നുണ്ട്. കാണുക, പഠിക്കുക കേട്ടോ. അപ്പൊ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.